Hi dears, again welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. PGD-FSQM എന്ന് പറയും, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇതൊരു അടിപൊളി കോഴ്സാണ്. നിങ്ങൾക്ക് ജോബിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. ഇത് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും വീട്ടിലിരുന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 year ആണ്. മാക്സിമം വരുന്നത് 2 year ആണ്. മീഡിയം ഇംഗ്ലീഷിലാണ് ഇത് മീഡിയം. അപ്പോൾ ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടതും എക്സാം എഴുതേണ്ടതും. സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളൊരു ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഡിപ്ലോമ സർട്ടിഫൈഡ് ആവും കോഴ്സ് കഴിഞ്ഞാൽ. ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഭക്ഷണ സുരക്ഷാ ഗുണനിലവാര മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങളുടെ വികസനം നടപ്പിലാക്കാൻ ഓഡിറ്റിംഗ് എന്നിവയ്ക്കായി പ്രൊഫഷണലുകളെ സജ്ജരാക്കുക എന്നതാണ് ഈ PG ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം. ഭാരത സർക്കാരിൻ്റെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി APEDA യുമായി സഹകരിച്ചാണ് ഈ പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ആഗോള ഭക്ഷണ സുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ കൈവരിക്കുന്നതിനും പശുഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശേഷി വികസിപ്പിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ദീർഘാടിസ്ഥാനത്തിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ഈ PG പ്രോഗ്രാം വിദ്യാർത്ഥികളെ താഴെ പറയുന്ന ജോലികൾക്കൊക്കെ പ്രാപ്തരാക്കുന്നു. ഭക്ഷ്യോൽപാദനം, കൈകാര്യം ചെയ്യൽ, സംസ്കരണം, വ്യാപാരം എന്നിവയിലെ സുരക്ഷ, ഗുണനിലവാര പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കൃഷിയിടം മുതൽ ഡൈനിങ് ടേബിൾ വരെ, ഫാം ടു ഫോക്ക്, ഭക്ഷ്യ സംസ്കരണ ശൃംഖലയുടെ ഉടനീളം ഭക്ഷണ സുരക്ഷയും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നേടുക. നിർബന്ധിത നിയമപരമായ ആവശ്യകതകൾ, സ്വമേധയാ ഉള്ള മാനദണ്ഡങ്ങൾ, കയറ്റുമതി ചട്ടങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കുക. ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ് GHP, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് GMP, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് HACCP, ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് QMS, ISO, ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് FSMS, ISO ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റം ISO 17025 എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ISO 190112002 മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫലപ്രദമായി പ്ലാൻ ചെയ്യാനും ഓഡിറ്റിംഗ് നടത്താനും റിപ്പോർട്ട് ചെയ്യാനും സാധിക്കുക. ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ്: ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്റ്റാൻഡേർഡ് മൈക്രോബയോളജിക്കൽ കെമിക്കൽ വിശകലനം നടത്തുക. ഭക്ഷ്യ സംസ്കരണ, ഹോസ്പിറ്റാലിറ്റി വ്യവസായങ്ങളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും ഗുഡ് ഹൈജീനിക് മാനുഫാക്ചറിംഗ്, ലബോറട്ടറി, ട്രാൻസ്പോർട്ടേഷൻ, റീറ്റെയിൽ പ്രാക്ടീസുകൾക്കും ഉപയോഗിക്കുക. ഇതിലുള്ള തൊഴിലവസരങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ വ്യവസായങ്ങളിലും ലബോറട്ടറികളിലും ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ ആവാം. നിയന്ത്രണ ബോഡികളിൽ റെഗുലേറ്ററി ബോഡീസ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ, സർട്ടിഫിക്കേഷൻ ഇൻസ്പെക്ഷൻ ബോഡികളിൽ ഫുഡ് ഓഡിറ്റിംഗ്, ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങളിൽ ട്രെയിനർ ആൻഡ് കൗൺസിലർ, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾക്കായുള്ള FSQMS, ഫുഡ് സർട്ടിഫൈയിങ് ഓഡിറ്റിംഗ് പ്രൊഫഷണലാകാം. ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും വെബ് ബേസ്ഡ് സപ്പോർട്ട് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഡിസ്ക്രിപ്ഷനിലെ കാര്യങ്ങളിൽ ഇഗ്നോ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ്, ഒരു BSc ഡിഗ്രി വേണം. അത് അല്ലെങ്കിൽ എന്ത് വേണം, അതിൽ എന്താണ് ടെക് ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് ആയിരിക്കണം. അഗ്രികൾച്ചർ ആയിരിക്കണം, BSc അഗ്രികൾച്ചർ ആയിരിക്കണം, BSc ഫുഡ് സയൻസ് ആയിരിക്കണം, ടെക്നോളജി ആയിരിക്കണം. അങ്ങനെ ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ BSc ഡിഗ്രികളും നമുക്ക് ഈ ഒരു PG ഡിപ്ലോമ കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 14,000 രൂപ ഫോർ ഫുൾ പ്രോഗ്രാം
അതായത് രജിസ്ട്രേഷൻ ഫീ ഡെവലപ്മെൻറ്റ് ഫീ ആകുമ്പോൾ നമ്മൾ പറയാറുള്ള 14,700 രൂപ. എനിക്ക് പുസ്തകം വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് 15% ഡിസ്കൗണ്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. പക്ഷേ ഇവിടുന്ന് ബുക്ക് കിട്ടുക നമുക്ക് ബുക്ക് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. ഈ ഗ്യാൻ ഘോഷ് എന്ന സൈറ്റ് ഉണ്ട്. അപ്പോൾ സൈറ്റിന് ഡീറ്റെയിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ 2, 4, 6, 8 സബ്ജക്റ്റുകളാണ്. 8ൽ 1 പ്രൊജക്റ്റാണ്. 4 ക്രെഡിറ്റിൻ്റെ പ്രൊജക്റ്റാണ്. ഇവിടെയൊക്കെ ഇതിന് പ്രാക്ടിക്കൽ ഉണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രാക്ടിക്കൽ വരുന്ന സബ്ജക്റ്റുകളുണ്ട്, അത് നോക്കാം. 3 പ്രാക്ടിക്കലാണ്. അപ്പോൾ നിങ്ങളത് ഇൻ്റഗ്രേറ്റഡ് പ്രാക്ടിക്കലും ഉണ്ടാവും, അതുപോലെ തിയറി ഉണ്ടാവും. അപ്പോൾ 3 പ്രാക്ടിക്കലും ഒരു പ്രൊജക്റ്റ് വർക്കും ബാക്കിയുള്ളതൊക്കെ തിയറി പേപ്പേഴ്സുമാണ് ഈ കോഴ്സിനുള്ളത്. 32 ക്രെഡിറ്റ്സാണ് മൊത്തം വരുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ കേരളത്തിൽ നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോളേജിൽ നമുക്ക് ചെയ്യാവുന്ന ലാബ് ഈ ഒരു കോളേജിൽ. അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം ഭാഗത്ത് നമുക്ക് ഈ 3 കോളേജിലും ചെയ്യാവുന്നതാണ്. വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ കോഴ്സ് നമുക്ക് ചെയ്യാൻ കഴിയില്ല, അവിടെ കോളേജസ് ഇല്ല. അപ്പോൾ ആ ഭാഗത്തുള്ളവർ കൊച്ചിയിലായിരിക്കും മിക്കവാറും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തും ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഏത് ഭാഗങ്ങളും പക്ഷേ ഈ പ്രാക്ടിക്കലിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കോളേജ് തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. കിട്ടാവുന്നതിൽ അടുത്തുള്ളത് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും അതിൻ്റെ എക്സാമിന് പോകാനൊക്കെ അത് വരും. അപ്പോൾ ഈ 14,000 രൂപയിൽ നമ്മൾ പറഞ്ഞത് എക്സാം ഫീസ് പെടില്ല. എക്സാം ഫീസ് സെപ്പറേറ്റ് ആയിരിക്കും. ഒരു സബ്ജക്റ്റിന് 200 രൂപയാണ് തിയറി പേപ്പേഴ്സിന് വരുന്നത്. ഓക്കെ, പ്രാക്ടിക്കലിന് ഫീസ് കൂടും 300, അതുപോലെ തന്നെ പ്രൊജക്റ്റ് വർക്കിന് 400. അങ്ങനെ ഇത് ടൈം ബേസ് ചെയ്തിട്ട് അത് ഇഗ്നോയുടെ ഫീസിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ എക്സാം സെൻറ്റർ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇന്ത്യയിലെ ഏത് കോളേജസിലും, കേരളത്തിൽ തന്നെ നമുക്ക് 20-30 കോളേജുകളൊക്കെ ഇതുകൂടാതെ നമുക്ക് അവൈലബിൾ ആണ് എക്സാം സെൻറ്റർ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ നിങ്ങളുടെ വീടുകളിൻ്റെ അടുത്തുള്ളത് തന്നെ തിയറി സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ സമയത്ത് തന്നെയാണ് പ്രൊജക്റ്റ് വർക്കിൻ്റെ പേയ്മെൻറ്റും പ്രാക്ടിക്കലിൻ്റെ പേയ്മെൻറ്റും ഒക്കെ ചെയ്യേണ്ടത് എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ 2 സമയത്താണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക, 2 സമയത്താണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ജൂണിലും അതുപോലെ തന്നെ ജനുവരിയിലുമാണ് നമുക്ക് എക്സാമും ഉണ്ടായിരിക്കുക. ഡിസംബറിൽ എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ ജൂണിലും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ 2 സമയത്താണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക, അതുപോലെ അഡ്മിഷൻ എടുക്കാനും സാധിക്കും. അപ്പോൾ ഇതിന് ഈ ഒരു കോഴ്സ് നമ്മൾ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അതിനനുസരിച്ചിട്ടുള്ള പ്രൊജക്റ്റും ചെയ്യാനുണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്, അതിനുള്ള വാല്യൂ ഉള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിലും ജോലി ചെയ്യാം, പ്രൈവറ്റ് സെക്ടറിലും ജോലി ലഭിക്കുന്ന ഒരു കോഴ്സാണ്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അഡ്മിഷൻ എടുത്ത് നൽകുകയും കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരികയും ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ കൂടുതൽ സബ്ജക്റ്റുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.